ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 10 നിലവിൽ 50 എപ്പിസോഡുകളും കടന്നു മുന്നോട്ട് പോകുന്നു. നിലവിൽ 2 പേർ കൂടി സ്റ്റാർ സിംഗറിൽ നിന്ന് എലിമിനേറ്റഡ് ആകുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 ശേഷം നിലവിൽ 5 റൗണ്ടുകൾ ഷോ പിന്നിടുമ്പോൾ ഷോയിൽ വീണ്ടും എലിമിനേഷൻ ഉണ്ടാകുന്നു. നിലവിൽ സ്റ്റാർ സിംഗറിലെ 4ാമത്തെ എവിക്ഷൻ ആണിത്. ജനുവരി 17 ടെലികാസ്റ്റ് ചെയ്ത 53ാമത്തെ എപ്പിസോഡിലാണ് എലിമിനേഷൻ നടക്കുന്നത്. നിലവിൽ നടന്നുകൊണ്ടിരുന്ന 1 vs 1 റൗണ്ടിന്റെ അവസാന ഭാഗത്ത് എലിമിനേഷൻ അനൗൺസ് ചെയ്യുകയായിരുന്നു ചാനൽ. റീലോഞ്ചിന് മുൻപ് 12 മത്സരാർത്ഥികൾ ഷോയിലുണ്ടായിരുന്നു. 2 വൈൽഡ് കാർഡ് എൻട്രികൾ കൂടി എത്തിയതോടെ ആകെ 14 പേരായി. ഈ 5 റൗണ്ടുകളും ഈ 14 മത്സരാർത്ഥികൾക്കിടയിലായിരുന്നു മത്സരം. നിലവിലെ എലിമിനേഷനോടെ സ്റ്റാർ സിംഗർ സീസൺ 10 വിട പറയുന്നത് ഇവരാണ്. ഗുരുകുലത്തിൽ നിന്ന് ദീപു എം, കോൺവെന്റ് സ്കൂളിൽ നിന്ന് ഷിൻസി ഷിജു എന്നിവർ. ഷോയുടെ റീലോഞ്ച് ടൈമിൽ വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയതാണ് ഷിൻസി. 5 പെർഫോമൻസുകളിലായി 492 മാർക്ക് അഥവാ ശരാശരി 98.4 മാർക്ക് വീതം നേടിയിട്ടുണ്ട് ഷിൻസിയുടെ ശബ്ദവും ആലാപന രീതിയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. വളരെ കുറച്ച് റൗണ്ടുകളെ പങ്കെടുത്തുള്ളൂ എങ്കിലും ഷിൻസി ഷിജുവിനെ പ്രേക്ഷകർ മറക്കാനിടയില്ല. ആദ്യ എപ്പിസോഡുകൾ മുതൽ ദീപു ഷോയിലുണ്ട്. എലിമിനേഷൻ വരെ 16 റൗണ്ട് പാട്ടുകൾ മത്സരത്തിനായി ദീപു വേദിയിൽ പാടി. കൂടാതെ സ്പെഷ്യൽ എപ്പിസോഡുകളിലും മറ്റും നടത്തിയ പെർഫോമൻസുകൾ വേറെയും. ഈ ഷോയുടെ ഏറ്റവും മുതിർന്ന മത്സരാർത്ഥി കൂടിയായിരുന്നു ദീപു. ഒരു സ്കൂളിലെ സംഗീത അധ്യാപകൻ കൂടിയാണ് ദീപു. സ്റ്റാർ സിംഗർ മത്സരാർത്ഥികൾക്കിടയിൽ ഏട്ടനും സുഹൃത്തും വൈബ് സെറ്ററും ഒക്കെയാണ് ദീപു. എല്ലാവരും ഏറെ ഓർമ്മിക്കുന്ന പല പെർഫോമൻസുകളും ദീപുവിൻ്റെതായി ഉണ്ട്. റീലോഞ്ചിന് ശേഷമുള്ള എപ്പിസോഡുകളിൽ ദീപുവിൻ്റെ പെർഫോമൻസുകൾ അല്പം പിന്നോട്ട് പോയിരുന്നു. ഫസ്റ്റ് ഹാഫിലെ 11 റൗണ്ടുകളിൽ ശരാശരി 98.95 മാർക്ക് നേടിയിരുന്ന ദീപു റീലോഞ്ചിന് ശേഷമുള്ള എപ്പിസോഡുകളിൽ ആവറേജ് 98 മാർക്കുകൾ വീതമാണ് നേടിയത്. ആകെ 16 പെർഫോമൻസുകളിൽ നിന്നായി 1578.5 മാർക്കുകൾ നേടി. 2 പ്രാവശ്യം ഗോൾഡൻ സ്റ്റാറും ദീപു നേടിയിട്ടുണ്ട്. ഈ 2 പേരുടെയും എവിക്ഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്ന് കമൻറ്റ് ചെയ്യൂ.